ഹലോ. അപ്പോൾ എല്ലാവരും ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഉഷാറായിരിക്കുകയല്ലേ? ഞാനിവിടെ ഉഷാറായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ അല്ലി ബൈ അനഘനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും കുറച്ച് പുതിയ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനുമാണ് കേട്ടോ. അപ്പോൾ അല്ലി ബൈ അനഘ എൻ്റെ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻ്റെ പേജ് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതുവരെ കയറി ചെക്ക് ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പുതിയ കളക്ഷൻസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ള രീതിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ജ്വല്ലറീസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എനിക്ക് പേഴ്സണലി ജ്വല്ലറീസും അതേപോലെ ഈ ഒരു സാരീസിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് യുണീക്ക് പീസസ് ഈ ഒരു പേജിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറീസ് ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലി ബൈ അനഘയിൽ കയറി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലൂടെ ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം. പിന്നെ ബാക്കി കളക്ഷൻസ് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം, വേറെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അല്ലി ബൈ അനഘ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും യൂണിക് പീസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ. ഞാൻ മെയിൻലി ആൻറ്റിക് ജ്വല്ലറീസ് ആണ് കേട്ടോ നമ്മുടെ പേജിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗോൾഡ് റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇങ്ങനത്തെ ഇമിറ്റേഷൻ ജ്വല്ലറീസ് ആണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡിൻ്റെ ലുക്ക് അതുപോലെ തന്നെ തരും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എല്ലാം നല്ല ഗോൾഡ് പ്ലേറ്റിംഗ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് കേട്ടോ. ആ ഒരു ഒരു നോർമൽ ഗോൾഡിൻ്റെ ആ ഒരു ഗ്ലൈസിങ് അങ്ങനെയല്ല, നമ്മുടെ ആൻറ്റിക്കില്ലേ പക്ക ആൻറ്റിക്കിൻ്റെ ലുക്ക് വരുന്ന പീസസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലി ബൈ അനഘയിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് ഈ ഒരു പീസാണ് കേട്ടോ. ഇതെല്ലാം പക്ക മാറ്റ് ഫിനിഷിൽ വരുന്നതാണ്. നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗോൾഡ് അല്ല എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഇത് പക്ക ഗോൾഡ് മാറ്റ് ഫിനിഷിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ് കേട്ടോ. ഇത് നമുക്കൊരു ഗോൾഡ് പ്ലേറ്റിങ്ങിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ ബ്രൈഡ്സിനൊക്കെ ഈ ഒരൊറ്റ പീസ് മതി. നമ്മുടെ ടെമ്പിൾ വെഡ്ഡിങ്ങിനൊക്കെ ഈ ഒരൊറ്റ പീസ് തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റിനൊക്കെ സ്യൂട്ടായിട്ട് പോകും. ഒരു അടിപൊളി ലുക്ക് തരുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിന് നമുക്കൊരു ഇയറിങ്സ് കൂടി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇയറിങ്സ്. ഫോക്കസ് ആവുന്നുണ്ടാവും. അപ്പോൾ ഇതിലും ഒരു ലക്ഷ്മി വരുന്നുണ്ട്, അതേപോലെ തന്നെ റൂബി പിങ്ക് സ്റ്റോൺസും കൂടി വരുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ടെമ്പിൾ ലുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സെറ്റ് സാരിക്കാണെങ്കിലും സെറ്റ് മുണ്ടിനാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ നമ്മുടെ പട്ട് സാരികൾക്കൊക്കെ നന്നായിട്ട് സ്യൂട്ടായി പോകുന്ന പീസസ് ആണ്. സോ ഇത് ഒരു പീസാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പീസ് കാണിക്കാം. ഇതാണ് കേട്ടോ നെക്സ്റ്റ് പീസ് വരുന്നത്. ഇതൊരു യുണീക്ക് പീസായിട്ട് തോന്നിയപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ് കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെഡ്ഡിങ്ങിനൊക്കെ ഈ ഒരൊറ്റ പീസ് ഇട്ടാൽ തന്നെ നമ്മുടെ കഴുത്തിവിടെ ഫുള്ളായിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് ഓർണമെൻറ്റ്സ് ഇട്ട പോലത്തെ ഒരു ഫീല് ഈ ഒരൊറ്റ പീസ് ഇട്ടാൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരൊറ്റ പീസ് ഇട്ടപ്പോൾ തന്നെ നമ്മളെ നെക്ക് നമുക്ക് ഒരു ഹാഫ് കവറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഈ ഒരൊറ്റ ചെയിനും പിന്നെ നമുക്കൊരു ഇങ്ങോട്ട് താഴേക്കൊരു ചെയിനും കൂടി കൊടുത്താൽ തന്നെ നമുക്കൊരു നരഞ്ഞു കിടക്കുന്നൊരു ഫീലിംഗ് വരും. ഇതിൽ നമ്മൾ റൂബി ഗ്രീൻ അതേപോലെ റൂബി പിങ്കിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരിതാണ്. ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് വരുന്ന ജ്വല്ലറീസ് ആണ് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ക്വാളിറ്റിക്കുള്ള ഒരു വെയിറ്റ് ഇല്ലേ, ഓവർ വെയിറ്റ് അല്ല, ഇടാൻ ബുദ്ധിമുട്ട് അങ്ങനെയല്ല, ജസ്റ്റ് നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ള, അങ്ങനെ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നെക്ക് പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനും നമുക്ക് ഇയറിങ്സ് വരുന്നുണ്ട്. ഇതിനും അത്യാവശ്യം സൈസിൽ ഇയറിങ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത്.
ഇയറിങ്സ് എത്രത്തോളം ഫോക്കസ് ആവുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഷുവർ അല്ല. എന്തായാലും നല്ല, ഇതും ഗോൾഡ് പ്ലേറ്റിങ്ങിൽ മാറ്റ് ഫിനിഷ് വരുന്ന ജ്വല്ലറിയാണ് കേട്ടോ. ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത്. ആ യെല്ലോ ടോൺ അല്ല, ആൻറ്റിക് നെക്ലേസ് സെറ്റാണ്. എനിക്ക് എപ്പോഴും ഈ ഒരു വൈറ്റ് പേൾസിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അപ്പോൾ വൈറ്റ് പേൾസിൽ ഒരു ആൻറ്റിക് ലോക്കറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു ലുക്ക് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പീസസ് കണ്ടപ്പോൾ ഞാൻ അങ്ങനത്തെ 2 പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. സോ അത് ഒന്ന് ഇതാണ് കേട്ടോ, ഒന്ന് ഇതാണ്. സോ ഇതാണ് അതിൻ്റെ ലോക്കറ്റ് വരുന്നത്. ഗോൾഡ് പ്ലേറ്റിങ്ങിൽ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ, എല്ലാം മാറ്റ് ഫിനിഷ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ. സോ ഇതാണ് ആ ഒരു ചെയിൻ. ഇതിലാണെങ്കിൽ ഇങ്ങനെ വൈറ്റും അതേപോലെ റൂബി പിങ്കും ബീഡ്സ് വരുന്നുണ്ട്. പ്ലസ് ഈ ഒരു ആൻറ്റിക് പീസിൻ്റെ ലോക്കറ്റ് വരുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു യുണീക്ക് പീസ്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇതിനും ഇയറിങ്സ് വരുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഇയറിങ്സ്. നല്ല ക്യൂട്ട് ഇയറിംഗ് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് ബീഡ്സും അതേപോലെ റൂബി പിങ്ക് ബീഡ്സൊക്കെ വരുന്ന അടിപൊളി ഒരു യുണീക്ക് പീസാണ്. സോ എല്ലാത്തിലും ടെമ്പിൾ വർക്ക് ഉണ്ട് കേട്ടോ, ടെമ്പിൾ വർക്കും വരുന്നുണ്ട്. ഇതൊക്കെ 1000 റേഞ്ചാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പോലെ തന്നെ ഒരു ഇതാണ് അതുപോലത്തെ വേറൊരു പീസ് ഓഫ് നെക്ലേസ്. ഇത് ഗ്രീനിലാണ് വരുന്നത്. അത് റൂബി പിങ്ക് ആയിരുന്നു. ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോയിലാണ് വരുന്നത്. സോ ഇതിലും ടെമ്പിൾ വർക്ക് ഉണ്ട്. ഗോൾഡ് പ്ലേറ്റിംഗ് വിത്ത് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. സോ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു യൂണീക്ക് പീസാണ്. സോ ഇതിൻ്റെ ഫോട്ടോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ 1000 റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. സോ അതിൻ്റെ ഇയറിങ്സ് ആണിത്. ഗ്രീനിൻ്റെ ഇയറിങ്സ് ആണ് കേട്ടോ ഇത്. സോ നെക്സ്റ്റ് വൺ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് 2000 റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട്. സി, ഇതൊരു ക്ലാസിക് പീസ് ഓഫ് നെക്ക് സെറ്റ് ആണ് കേട്ടോ. ഇതിൽ ഈ സ്റ്റോൺസിനൊക്കെ നന്നായിട്ടൊരു ഗ്ലൈസിങ് ഉണ്ട് കേട്ടോ. ഒരു ക്ലാസിക് പീസാണ്. സോ ഇതും നമുക്ക് 2000 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അത്യാവശ്യം ഹെവി ആയിട്ട്. ഇതും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെവി ആയിട്ട് നമ്മുടെ നെക്കിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പാണ്. സോ ചോക്കറായിട്ട് നമുക്ക് ഈ ഒറ്റ ഒന്ന് യൂസ് ചെയ്ത് പിന്നെ ഒരു ലോങ് ചെയിൻ യൂസ് ചെയ്താൽ തന്നെ നമുക്കൊരു ലുക്ക് കിട്ടും കേട്ടോ. സോ കണ്ട, ഇത് ഒറ്റ പീസ് ഇട്ടപ്പോൾ തന്നെ നമുക്ക് നെക്ക് ഇത്രത്തോളം കവറായി. പിന്നെ അതുമല്ല, ഇതിൽ കണ്ടോ ഈ സ്റ്റോൺസിനൊക്കെ വല്ലാത്തൊരു തിളക്കമുണ്ട്. ഒരു ഓവർ തിളക്കമല്ല, ഒരു അട്രാക്ഷനുള്ള തിളക്കമുണ്ട്. ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് വരുന്ന ജ്വല്ലറി പീസസ് ആണ് കേട്ടോ. ആ ഒരു സ്റ്റോൺസിനൊക്കെ വെയിറ്റ് ഉണ്ട്. സോ ഈ ഒരെണ്ണ ഇട്ടാൽ തന്നെ നമുക്ക് ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടല്ലേ. ഇതും ആൻറ്റിക് പീസ് നെക്ലേസ് ആണ് കേട്ടോ. ഇതിന് നമുക്ക് ഇയറിങ്സും അതേപോലെ തന്നെ ചുട്ടിയും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇയറിങ് വരുന്നത്. നല്ല തിളക്കമുള്ളൊരു ഇയറിങ് ആണ് കേട്ടോ. ആ സ്റ്റോൺസിനൊക്കെ ഒരു തിളക്കമുണ്ട്, നിങ്ങൾക്കത് കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇതാണ് ഇയറിങ്സ് വരുന്നത്. ഇനി ഇതിൽ ചുട്ടി കൂടി വരുന്നുണ്ട്. സോ നമുക്ക് അത്യാവശ്യം ഒരു ഫങ്ഷന് ഇത് മാത്രം മതിയല്ലേ. നമുക്കൊരു ടെമ്പിൾ വെഡ്ഡിങ്ങിനൊക്കെ ഈ ഒരൊറ്റ സെറ്റ് മാത്രം മതി. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, നെക്ക് ഇത്രത്തോളം കവറാകുമ്പോൾ അത്ര സിമ്പിൾ അല്ല എന്നാലും. സോ ഇതിനിങ്ങനെ ഒരു ചുട്ടി കൂടി വരുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു സെറ്റ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കളക്ഷൻസൊക്കെ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു സിമ്പിൾ പീസ് കാണാം. ഇനിയൊരു സിമ്പിൾ, ഇപ്പോൾ ഒക്കെ അത്യാവശ്യം ഹെവി പീസസ് അല്ലേ നമ്മൾ കണ്ടത്. അത്യാവശ്യം നമുക്ക് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഹെവി പീസസ് ആയിരുന്നു ഇതുവരെ ഉള്ളത്. ഇനി ഒരു ചെറിയ സിമ്പിൾ കുട്ടി
ബട്ട് ക്യൂട്ട് ഒരു ചോക്കർ സെറ്റാണ് കേട്ടോ. നല്ല തിളക്കമുള്ളൊരു കുഞ്ഞു ചോക്കറാണ് ഇത്. നമുക്ക് ബിലോ 1000 വരുന്നുള്ളൂ കേട്ടോ. എക്സാക്ട് റേറ്റും ഡീറ്റെയിൽസും അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലി ബൈ അനഘയിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഒരു കുട്ടി നെക്ക് പീസാണ്. നമുക്ക് ചോക്കറായിട്ടും ഇടാം, കുറച്ച് ഇറക്കിയിട്ടും ഇടാം കേട്ടോ. ഇതിനും ആ ഒരു തിളക്കമുണ്ട്, നന്നായിട്ടൊരു തിളക്കമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് നമുക്കൊരു ക്യൂട്ട് ഇയറിങ്സ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യൂട്ട് ഇയറിംഗ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കളക്ഷൻസ് ആണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻസ് ഒക്കെ ഞാൻ വേറെ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലി ബൈ അനഘയിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ